എന്താടാ ചെയ്യാ? പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ മോൻ കണ്ടറിയാലോ ടെൻഷൻ ഉണ്ടെന്ന്. ഇതിലിപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ടടാ. അല്ലേ പോട്ടാ, നീ ഒന്നും മിണ്ടായിരടാ. ഇതിലാരാ? ബാബു ആരാ? കേറി വാ. ഞാനവിടെ പണിയെടുക്കാൻ തുടങ്ങിയ കാലം പോലെ അമ്മാള പാഡേസിൽ ഇഡ്ഡലി സപ്ലൈ ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ ഇഡ്ഡലി എടുക്കാൻ അവരുടെ വീട്ടിൽ പോവാറുണ്ട്. പക്ഷെ എന്നെക്കാൾ കൂടുതൽ പരിചയം അജയനാ. അവനാ കുറെ കാലമായിട്ട് ഇഡ്ഡലി എടുക്കാൻ പോവാറ്. സാധാരണ ഞാൻ ചെല്ലുമ്പോൾ ഇഡലിയുടെയും ചട്നിയുടെയും പാത്രം പുറത്തിരിപ്പുണ്ടാവും. ഞാനത് എടുത്തുകൊണ്ട് വരും. എന്നോട് വലിയ വർത്താനൊന്നും പറയാറില്ല. കുറച്ചാൾ മുമ്പ് ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പുറത്ത് ഇഡലി പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിനകത്ത് കയറി നോക്കിയപ്പോൾ ചമ്പാമ്മ ഇഡലി ഇന്ന് ഇഡ്ഡലി ഇല്ല, ചമ്മന്തി ഇല്ല. എന്ത് പറ്റിയത്? ഇതെല്ലാം കേൾക്കുന്നത് നീ ആര്? നിന്നെ யார் ഈ വീട്ടിൽ വിട്ടത്? പോടാ 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 വെളിയെ. ചമ്പാമ്മ ഇഡലി ഇല്ലാതെ ചെന്നാ അൻവർക്ക് ചീത്ത പറയും. കച്ചവടം നടക്കണ്ടേ? നിങ്ങളിങ്ങനെ രാവിലെ ഇഡ്ഡലി ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി ഉണ്ടാക്കാനാ? സ്ഥിരം ആൾക്കാരുള്ളതാ. ഇഡ്ഡലി ചട്നി എല്ലാം വീട്ടിൽ വെളിയെ. ഇത് ഞാൻ വീട്. ഇവിടെ யார் വരണം யார் പോണം ഞാൻ തീരുമാനിക്കണം. പോടാ 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 വെളിയെ. പിറ്റേ ദിവസം മുതൽ ഇഡലി എടുക്കാൻ പോവാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അൻവർക്ക് സമ്മതിച്ചില്ല. എന്നിട്ട് കാപ്പി കുടിക്കുന്ന? കാപ്പി കുടിച്ചിട്ട് പോവാണ്ട. വാ മോനെ, വാടാ. അതി പിന്നെ അവരെന്നോട് ഒരുപാട് വർത്തമാനം പറയുമായിരുന്നു. അവർക്കതൊക്കെ കേൾക്കാൻ ഒരാളിരുന്നാൽ മതി. ഒറ്റയ്ക്ക് അതിൻ്റെ വിഷമം പറച്ചിലായിരുന്നു എപ്പോഴും. പിന്നെ പിന്നെ അതും മാറി അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ പറയാൻ തുടങ്ങി. അത് പറയുമ്പോ 1000 നാവായിരുന്നു അമ്മയ്ക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ ரொம்ப രുചിയാ இருக்கும். അത് വായില പോട്ടാലേ അവിടെ അലിഞ്ചു പോയിടും. നാട്ടിലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നാട്ടുകാർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അടിയും വെട്ടും. എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ അമ്മ മരിച്ച കാര്യം. അവരുടെ ചെറുപ്പത്തിൽ നാട്ടിലെന്തോ ജാതിക്കാർ തമ്മിൽ അടിയുണ്ടായപ്പോഴാ അമ്മയെ കൊന്നത്. അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നതാ. പിന്നെ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തിയപ്പോഴാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നാലും അവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. கடைசியில் இது மாத்திரம்தான் பாக்கி இருக்கு. இதில் இப்போ யாரும் இல்லை. எல்லாரும் இனி நான் கூட மரிச்சா വാരി അള്ളി കിടച്ച സ്നേഹം, പാസം എല്ലാം ഒരു ചിന്ന ആഗ്രഹം കൊണ്ട് നഷ്ടപ്പെട്ട് ആസപ്പെട്ട ആൾ കൂടെ വാഴണമെങ്കിൽ ആസ. ആനാ അതും നടക്കല. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഒരാളോടെ നിനക്കിഷ്ടം തോന്നിയാ அந்த ஆள் നിന്നെ തിരിച്ച് നേസിക്കുന്നതെന്ന് தெரிஞ்சா പിന്നെ இந்த உலகம் முழுவதும் எதிர்த்தாலும் நீ அந்த நேசத்தை கைவிடக்கூடாது. அப்படி செஞ்சா இந்த வாழ்நாள் முழுக்க ஏங்கி கடைசியில நீ உயிரற்ற உடலை வாழ வேண்டியிருக்கும். ഇത് നിൽക്കുന്നത് ജിനീഷ് ആരാ? കയറി വാടോ. ഞാൻ വാ കയറി വാ. സാറേ, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. പെട്ടെന്ന് കുടിച്ചിട്ട് വാ.
വാടോ കയറി വാടോ. സാർ എടാ, തന്നോടല്ലേ പറഞ്ഞേ കയറി വരാൻ. ആ സാർ സാർ ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് സാർ. താനിത് പറയാൻ തുടങ്ങിയിട്ട് 7-8 മാസമായല്ലോ. സാർ നിങ്ങളത് തോന്നിയ പോലെ കളിച്ചാൽ എങ്ങനെയാണോ? കേസ് ക്രൈംബ്രാഞ്ചിന് പോയി നല്ല പ്രഷറുണ്ട്. ഇവന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ആരെങ്കിലും കയറി പ്രതിയാക്കാൻ പറ്റുമോ? തൽക്കാലം നമുക്കൊരു ഹെൽമെറ്റ് പരിപാടി നടത്തിയാലോ സാറേ? പൊക്കോടോ സാർ പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകം നടന്നിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞു. ലോക്കൽ പോലീസ് അന്വേഷിച്ച് പറ്റാത്തോണ്ടാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. സോ യു ഹാവ് ടു ക്ലിയർ ദ മെസ് ആസ് വെൽ ആസ് പോസിബിൾ. ഓക്കെ സർ, ഓൾ ദ ബെസ്റ്റ്. നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലാണല്ലോ വിശ്വാസം. കാര്യങ്ങൾ തീരുമാനിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലേടോ. പോലീസ് നീതി പാലിക്കുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഈ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്തിന്റെയും സാറിനെ കാണാതെ ഞങ്ങൾ ഇവിടെ പോകില്ല. സാറ് വരട്ടെ, സാറ് വന്നിട്ട് സംസാരിക്കാം. ഞങ്ങൾക്ക് പറയാൻ കാതുവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. എന്ത് കാണാനോട് ഇവന്മാർ നിൽക്കുന്നത്? അവർക്ക് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ പ്രശ്നം? സാർ ഇത് കണ്ടോ? ചെമ്പകമാൾക്ക് നീതി കിട്ടാൻ വേണ്ടി ജാഥ നടത്തിയതിന് ഈ പോലീസുകാർ എനിക്ക് തന്ന സമ്മാനം. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ തല്ലുകൊണ്ട് ജാഥ നയിച്ചോണ്ടാ സാർ ഇവിടെ വന്ന് നിൽക്കുന്നേ. ആ ഓർമ്മ സാറിന് വേണം. ഞാനിപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരണോ? തരണം സാർ. ചെമ്പകമ്മാളെ കൊന്നവനെ പിടിച്ചു തരണം. സാറിനുമില്ലേ ഒരമ്മ? വീട്ടിൽ ഒരുപാട് ബന്ധുക്കളുണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം സാറിന്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വരില്ലേ? അതൊന്ന് സാർ ഓർത്താ മതി. പെങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞ്? അനുരാധ ശ്രീധർ, വക്കീല, പിന്നെ ഈ സമരസമിതിയുടെ കൺവീനറും. ഞങ്ങളിപ്പോൾ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ പെങ്ങളെ. അപ്പോഴേക്കും ഇങ്ങനെ ബഹളം വെച്ചാലോ? സാർ അധികം പഞ്ചാരെന്ന് പറയണ്ട. ക്രൈംബ്രാഞ്ചിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാൻ സമയം എടുക്കണ്ട. ഞങ്ങൾ സമരം ചെയ്ത് CBI കൊണ്ടുവരും. വേണമെങ്കിൽ അതിനുവേണ്ടി ഈ കൈയൊടിക്കാനും ഞാൻ റെഡിയാ. അയ്യോ, അതൊക്കെ വേണം. നിങ്ങളൊന്ന് സമാധാനപ്പെട്. ജനങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം സാറേ. ആയിക്കോട്ടെ മാഡം, പക്ഷെ ഇപ്പം ഞാനൊന്ന് അകത്തോട്ട് പോക്കോട്ടെ. മാഡത്തിനെ പിന്നീട് വന്ന് സൗകര്യമായിട്ട് കണ്ടോളാം.